നമസ്കാരം. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി തലസ്ഥാനത്ത് നടത്തുന്ന സമരപരിപാടിയിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പടപ്പുറപ്പാട്. രാഹുലിനും ഖർഗെയ്ക്കുമൊപ്പം മുൻനിരയിൽ കേരള മുഖ്യമന്ത്രി വി ഡി സതീശനും എത്തിയിരിക്കുന്നു. CJP സമരത്തിന് നേർക്കുള്ള ലാത്തിച്ചാർജിൽ തെരുവിൽ കനന്ന് കോൺഗ്രസ് പ്രതിഷേധം. കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള എംപിമാർ കസ്റ്റഡിയിൽ. വമ്പൻ അപ്രതീക്ഷിത നീക്കത്തിൽ ഞെട്ടി ഡൽഹി പോലീസ്. ഡൽഹിയിൽ CJP നടത്തിയ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേർക്ക് പോലീസ് നടത്തിയ ക്രൂരമായ ലാത്തിച്ചാർജിൽ പ്രതിഷേധിച്ച് പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുന്നിൽ പ്രതിപക്ഷം നടത്തിയ അപ്രതീക്ഷിത പ്രതിഷേധത്തിന് വീര്യമേകി മുഖ്യമന്ത്രി വി ഡി സതീശൻ എത്തിയിരിക്കുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ എന്നിവർക്കൊപ്പം മുന്നണി പോരാളിയായി വി ഡി സതീശനും തെരുവിലിറങ്ങിയത് ദേശീയ തലത്തിലും വലിയ ശ്രദ്ധ നേടി. വിദ്യാർത്ഥി സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ച കേന്ദ്ര സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും അടിയന്തരമായി രാജിവെക്കണമെന്നാണ് വി ഡി സതീശനും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടുന്ന നേതാക്കൾ ഒരേ ശബ്ദത്തിൽ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം CJP നടത്തിയ പ്രതിഷേധത്തിൽ പോലീസ് നടത്തിയ അടിച്ചമർത്തലിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇവരെ ഡൽഹി RML ആശുപത്രിയിലെത്തി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കളും സന്ദർശിച്ചിരുന്നു. വിഷയത്തിന്റെ ഗുരുതരാവസ്ഥ കണക്കിലെടുത്ത് പാർലമെന്റിലും പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത പ്രതിഷേധമുയർത്തി. ഇതിന് തൊട്ടു പിന്നാലെയാണ് പോലീസിനെയും സുരക്ഷാ ഏജൻസികളെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെയും വി ഡി സതീശന്റെയും നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് അപ്രതീക്ഷിതമായി കോൺഗ്രസ് നേതാക്കൾ മാർച്ച് നടത്തിയതും ധർണയിരുന്നതും. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ അടക്കമുള്ള പ്രമുഖ ദേശീയ നേതാക്കളും പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ നാടകീയമായ സംഭവ വികാസങ്ങളാണ് ഡൽഹിയിൽ ഇറങ്ങിയിരുന്നത്. വൈകിട്ട് 3 മണിക്ക് എല്ലാ കോൺഗ്രസ് MPമാരോടും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ ഔദ്യോഗിക വസതിയിലെത്താൻ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. അധ്യക്ഷന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി രാജ്യസഭയിലെയും ലോക്സഭയിലെയും MPമാരെയും പ്രമുഖ നേതാക്കളെയും വസതിയിലേക്ക് ക്ഷണിച്ചിരുന്നു. എന്നാൽ ഇവിടെ വെച്ച് പിറന്നാൾ ചടങ്ങുകൾക്ക് പിന്നാലെ തികച്ചും അപ്രതീക്ഷിതമായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ MPമാരും നേതാക്കളും പ്രധാനമന്ത്രിയുടെ വസതി ലക്ഷ്യമാക്കി നീങ്ങുകയായിരുന്നു. പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന അതീവ സുരക്ഷാ പാതയിലാണ് വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കളും MPമാരും വഴിതടഞ്ഞ് ധർണയിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള LDF UDF MPമാർ ഉൾപ്പെടെയുള്ളവർ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രതിഷേധം കനത്തതോടെ കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള പ്രമുഖ MPമാരെ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു. പോലീസിന്റെ കടുത്ത പ്രതിരോധത്തിന് നടുവിലും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും MPമാർ വട്ടത്തിൽ വളഞ്ഞ് സംരക്ഷണം തീർക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതോടെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപം അതീവ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. രാജ്യമൊന്നാകെ പങ്കെടുക്കുന്നു എന്ന പ്രത്യേകതയാണ് ഈ സമരത്തിനുള്ളത്. എന്തായാലും വിദ്യാർത്ഥി ബഹുജന പ്രക്ഷോഭം അത് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിൽ ഇന്നലെ പോലീസ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 21 വയസ്സുകാരി ഗുരുതരമായ പരിക്കുകളോടുകൂടി RML ആശുപത്രിയിൽ കഴിയുന്ന സാഹചര്യവുമുണ്ട്. എന്തായാലും JP നദ്ദ അടക്കമുള്ള ആളുകൾ അത് നിരീക്ഷിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും CJPയുടെ പ്രതിഷേധം അത് ഫലം കാണുമെന്ന് തന്നെയാണ് സമരക്കാരുടെ പ്രതീക്ഷ.